തടവിലാക്കിയ 20 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. പക്ഷേ ഗാസയിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകുമോ ഹമാസ്? കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഗാസയിലെ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചെങ്കിലും അവരെ പൂർണ്ണമായി വിശ്വസിക്കാനാകുമോ? ആയുധം താഴെ വയ്ക്കാൻ അവർ തയ്യാറാകുമോ? ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ഇസ്രായേലിനെ ചെറുക്കുമെന്ന് വ്യക്തമാക്കുന്ന 1988 ചാർട്ടറിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുക്കുന്നു. ആ നിലപാട് മാറും എന്ന് വിശ്വസിക്കാനാകുമോ? ഇപ്പോൾ ഗാസ സിറ്റിയിൽ ഹമാസ് ദുഗ്മുഷ് കുടുംബത്തിലെ സായുധ അംഗങ്ങൾ ഏറ്റുമുട്ടുകയാണ്. രൂക്ഷമായ ആ ഏറ്റുമുട്ടലിൽ 27 പേർ കൊല്ലപ്പെട്ടു. ഗാസ ഇനി ആഭ്യന്തര സംഘർഷത്തിലേക്കാണോ നീങ്ങുന്നത്? ദി പീസ് പ്രസിഡന്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഗാസയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പിക്കാനാകുമോ? ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചാൽ ആ ദുരിതഭൂമിയിൽ വീണ്ടും ജീവിതം തളിർക്കുമോ?